നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടി ശ്രേയേ, ഇപ്പൊ തുറക്കാൻ പറ്റില്ല, അമ്മ പൊയ്ക്കോ. ദേ മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചോണം. നീ ഇപ്പൊ ഒരു വക കഴിക്കുന്നില്ല കേട്ടോ. എടി നീ വേഗം പോവാൻ നോക്ക്, വേഗം പോ. മിണ്ടല്ലേ. ശ്രേയ, ഞാൻ ദേ ഭക്ഷണം എടുത്ത് വെക്കാൻ പോവാ. 5 മിനിറ്റിനകം നീ വന്നേക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. ആ നിന്റെ അമ്മ പോയി. പോയി. ആ ഫ്ലോ എങ്ങ് പോയി. ദാ ഇനിയിപ്പോ നീ തന്നെ വെച്ചോ. അതിന് ഒരു വഴിയുണ്ട്. നീ ഒരു കാര്യം ചെയ്, വേഗം നമ്മുടെ തറവാട്ട് വീട്ടിലേക്ക് പോകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. അവിടെ വെച്ച് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ഓ, അപ്പോ എന്റെ എല്ലാ ആഗ്രഹം സാധിച്ചു തരുമോ? പോണവിടുന്ന്. ആ ഉദ്ദേശം നടക്കത്തില്ല. മോൻ വേഗം പോവാൻ നോക്ക്. എന്നാലും ഇവിടം വരെ വന്നല്ലേ, ഒരു അയ്യടാ, നിന്റെ ഒരു ആഗ്രഹം. മോൻ പോയേ. നടക്ക്. നടക്ക്. നീ ഞാൻ അങ്ങോട്ട് വന്നോളാം. അങ്ങോട്ട് ചെല്ല്. നീ എന്തേ ചെയ്യുന്നേ? അങ്ങനല്ലേ ഇത് മുറിക്കേണ്ടത്, ചെറുതായിട്ട് മതി. ഞാൻ കാണിച്ചു തരാം, നീ ഇങ്ങോട്ട് മാറിക്കേ. ഓ, ഇങ്ങനെയായിരുന്നല്ലേ. ആ, ഇവിടെ കൊണ്ടാട്ടം ഉണ്ടാക്കാറില്ലേ? കൊണ്ടാട്ടം ഉണ്ടാക്കുകയല്ല, കടയിൽ നിന്ന് വാങ്ങിക്കല്ലേ ചെയ്യുന്നേ. ഞങ്ങളൊക്കെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഉപ്പിട്ട് തൈരിൽ മുളക് മുക്കിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയാ ഞങ്ങൾ ഉണ്ടാക്കാറ്. അതിന് നീ തമിഴ്നാട്ടുകാരിയാണോ? അല്ല, തമിഴ്നാട്ടുകാരെ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇവിടെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാറേ ഉള്ളൂ. ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാ മതി, മനസ്സിലായോ? മനസ്സിലായി. നീ നേരത്തെ ഏത് വീട്ടിലാ നിന്നത്? ഒരുപാട് വീടുകളിൽ നിന്നിട്ടുണ്ട്. അല്ല, നിനക്ക് ചിക്കൻ കറി വെക്കാൻ അറിയാവോ? അയ്യോ, ചിക്കൻ കറിയോ? അതൊന്നും ഞാൻ കഴിക്കില്ല. നീ കഴിക്കുന്ന കാര്യമല്ല ചോദിച്ചത്, നിനക്കത് വെക്കാൻ അറിയാമോന്നാ. എനിക്കറിയില്ല ചേച്ചി. അപ്പൊ നിനക്ക് പച്ചക്കറി മാത്രമേ വെക്കാൻ അറിയാവൂ അല്ലേ? അതെ. ഇവിടെ അത് പറ്റില്ല. എല്ലാവരും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കുന്നതാ. അതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. പഠിക്കാൻ ചേച്ചി, എല്ലാം പഠിക്കാൻ. അമ്മേ, ഞാനേ താഴത്തെ ഔട്ട് ഹൗസ് വരെ പോവാണേ. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അവിടെ തൂക്കുക വാരുകയൊക്കെ ചെയ്തിട്ട് കുറെ നാളായി. അതിനകത്ത് വല്ല പാമ്പുകളും കാണും. നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എനിക്കിവിടെ ഇരുന്ന് ബോറടിക്കുന്നു. ഞാൻ പോയി അവിടെ കുറച്ച് വൃത്തിയാക്കാം. ഒറ്റയ്ക്ക് പോണ്ട, താക്കോലിനെയും കൂടി കൂട്ടിക്കോ. അവിടെ വൃത്തിയാക്കാൻ അവൻ നിന്നെ സഹായിക്കും. അതിന്റെ താക്കോലെവിടെ? അത് അവിടെ തന്നെ ഉണ്ട്, ആ പൂമുഖത്ത് കിടക്കുന്ന ചവിട്ടിയുടെ അടിയിൽ. കൊള്ളാം, താക്കോല് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലവാ. എന്തിനാ സൂക്ഷിക്കുന്നത്? അതിനവിടുന്ന് എടുത്തോണ്ട് പോകാനൊന്നുമില്ലല്ലോ. കള്ളന്മാരും അങ്ങോട്ട് കേറില്ല. നീ ചെല്ല്. അതെ, താക്കോലിനെ കൂട്ടിയിട്ട് വേണം പോവാൻ. ഓ ശരി. പിന്നെ ഒരു താക്കോല്. അവനില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലൊന്നും നടക്കത്തില്ലല്ലോ. നീ എന്നാ നിന്ന് ആലോചിക്കുന്നത്? വേഗം ആ പാത്രം കഴുകിച്ചിട്ട് വാ, വേറെ ജോലി തരാം.
അല്ലേച്ചി, എന്താ ഇപ്പൊ അവിടെ പണി നടക്കുന്നത്? അതോ, ഇതിന്റെ പിന്നിലെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. പണ്ട് ജോലിക്കാരൊക്കെ താമസിച്ചോണ്ടിരുന്നതാ. അവിടുത്തെ അടുക്കള ഇടിഞ്ഞു വീണു. ഒരുപാട് നാളായിട്ട് അങ്ങനെ കിടക്കായിരുന്നു. ഇപ്പോ എതി അത് ശരിയാക്കാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പണി സാധനങ്ങളാണോ പുറത്തിരിക്കുന്നത്? ആ അതെ. എന്താ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. നീ പോയി ആ പാത്രം കഴുകുക. ദാ. ഇത് തന്നെ ആയിരിക്കുമല്ലേ പവിത്ര സാറ് പറഞ്ഞ വീട്? ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാ. ഈ മാറ്റിനടി താക്കോൽ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? നോക്ക്. ആ, താക്കോൽ കിട്ടി. അപ്പൊ പവിത്രൻ സാറ് പറഞ്ഞ വീട് ഇത് തന്നെയാ. വാ. എടാ, ഇത് തുറന്നിട്ടിരിക്കുകയാണല്ലോ. ചിലപ്പോ പവിത്രൻ സാറ് നമ്മൾ വരുന്നു എന്ന് കരുതി ചിലപ്പോ തുറന്നിട്ട് പോയതായിരിക്കും. താക്കോലപ്പം മാറ്റിന്റെ അടി തന്നെ വെച്ചേക്കാം. വാ. അങ്ങോട്ട് പോ. വാ. ഒരു പെണ്ണ്. പെണ്ണ? നീ വേഗം സാറിനെ വിളിക്കുക. ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത്? കട്ടാക്കിയല്ലോ. ഒന്നുകൂടെ വിളിക്കുക. ആ. എന്താടോ, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനോട് എത്തിക്കും, പറഞ്ഞിട്ടില്ലേ? സാർ, അതല്ല പ്രശ്നം. ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട്. അവിടെ വേറെ ആരുമില്ല, നിങ്ങൾക്ക് തോന്നുന്നതാ. അല്ല സാർ, ഒരാളുണ്ട്. അതൊരു സ്ത്രീയാ. സ്ത്രീയോ? ഇതുപോലെ പഴയ വീടുകളിലൊക്കെ ഭൂമിക്കടിയിൽ ചിലപ്പോ നിലവറകളും നിധികുംഭങ്ങളും ഒക്കെ കാണും. അല്ല പവിയേട്ടാ, അവിടെ നിധി ഉണ്ടെങ്കിലേ അത് നമുക്ക് പോയി എടുത്തൂടെ? ഇനി ഗിരിജ എങ്ങനെ ആയിരിക്കോ? ആ നിധിയുടെ കാര്യം സത്യമാണെന്ന് അവൾ വിശ്വസിച്ചാണ്. അവളോട് താക്കോല് ചോദിച്ചത് തന്നെ മണ്ടത്തരയിൽ പോയി. സാർ, ഞങ്ങൾ എന്താ വേണ്ടത്? അത് നിങ്ങളൊരു കാര്യം ചെയ്യും, ആരുടെയും കണ്ണിൽ പെടാതെ നിൽക്കണം. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും തറവാട്ട് വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സാധാരണ അങ്ങനെ വരുന്നവരാരും അകത്തേക്ക് കയറാൻ സാധ്യതയില്ല. സാർ, അവരകത്തേക്ക് എങ്ങനെ വരുമോ? അവളുടെ ഒരു കാര്യം, അതിനകത്ത് കയറി അവൾ എന്ത് കണ്ടുപിടിക്കാനാണോ? ആ ഗുണ്ടകൾ അവളെ കണ്ട് പേടിക്കാണ്ടിരുന്ന മതിയായിരുന്നു. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം അവിടെ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്ക്. അകത്തു നിന്ന് ഒരു കാരണവശാലും വാതിലടച്ച് കുറ്റിയിടരുത്. വന്നവരാരായാലും അവർ കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും. ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. നാളെ മുതൽ അവിടെ കാര്യം വരാതെ ഞാൻ നോക്കിക്കോളാം. ശരി സാർ.
ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ദർശനയാണ്. മിന്നൽ രാജുവിനെ ചതിച്ചുമെല്ലാം കൂട്ടി നിന്നിട്ട് ദർശനയുടെ കയ്യെത്തും ദൂരത്ത് വന്ന് താമസിക്കുന്നത് അപകടമാണ്. അതൊന്നും നീ പേടിക്കണ്ട, എല്ലാം പവിത്രൻ സാർ നോക്കിക്കോളും. നമുക്ക് കിട്ടാനുള്ള പണവും വാങ്ങി വേഗം സ്ഥലം വിടാം. അതുവരെ ഇവിടെ താമസിക്കാം.